ഹലോ. അപ്പം ഞങ്ങളിന്ന് പറശ്ശിനിക്കടവ് മുത്തപ്പ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഞാനും ഏട്ടനും ഏട്ടൻ്റെ ഏച്ചിയുടെ മോനുമാണ് ഉള്ളത്. പിന്നെ ഏച്ചിയുടെ ഒരു മോളൂടെ ഉണ്ട്. അവൾ ഹോസ്റ്റലായതുകൊണ്ട് വന്നിട്ടില്ല. അപ്പം മിവു അവിടെ നിന്ന് എന്തൊക്കെയോ ചോക്ലേറ്റൊക്കെ കഴിച്ച് അവിടെ നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങൾ ഏകദേശം ക്ഷേത്രത്തിലേക്ക് എത്താറായി. ഇത് ഈ കാണുന്ന ബ്രിഡ്ജിൻ്റെ ലെഫ്റ്റ് സൈഡ് താഴെയായിട്ടാണ് ക്ഷേത്രം വരുന്നത്. നമുക്ക് പോകുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ക്ഷേത്രം കാണാം. ആ കാണുന്നതാണ് പറശ്ശിനിക്കടവ് മുത്തപ്പ ക്ഷേത്രം. കാറിൽ പാട്ടൊക്കെ വെച്ചിട്ട് അവന് ഡാൻസ് കളിക്കണം എന്നൊക്കെ ഉണ്ട് മിവുവിന്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്നതിന് എന്ത് സംഭവം തിരിയാത്തിട്ട് അവൻ എന്നെ തന്നെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ ഞങ്ങളിവിടെ എത്തി. കാറ് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇതിൽ നടക്കാമെന്ന് വിചാരിച്ചു. അവിടെ നോക്കുമ്പോൾ നല്ല ചളിയൊക്കെയാണ്. ഞങ്ങൾ മയിലൊരു ക്ഷേത്രത്തിൽ പോയി തിരിച്ചു വരുന്ന വഴിയാണ് പറശ്ശിനിക്കടവിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് മുല്ലപ്പൂവൊക്കെ വാങ്ങി തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടെയും മുല്ലപ്പൂ. അപ്പം ഞങ്ങൾ പിന്നെ ഏച്ചിക്ക് മുല്ലപ്പൂ വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനും വിചാരിച്ചു കുറച്ചുകൂടെ മുല്ലപ്പൂ എടുത്ത് വാങ്ങിയാലോ എന്ന്. അപ്പോൾ ഞാനും കുറച്ച് മുല്ലപ്പൂ വാങ്ങി. മുല്ലപ്പൂക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് തന്നെ വെച്ചിട്ട് പോകാൻ നോക്കുമ്പോൾ അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇവിടെ സ്ലൈഡ് ഇല്ല, സ്ലൈഡ് വേണേ അപ്പുറത്തുള്ള ഫാൻസി കടയിലേക്ക് വിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഞങ്ങൾ നേരെ ഫാൻസി കടയിൽ പോയി സ്ലൈഡൊക്കെ വാങ്ങി. ഈ റോഡുമെന്ന് തന്നെ ഞങ്ങൾ മുല്ലപ്പൂക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഏട്ടനും ഇപ്പം ഞങ്ങളൊക്കെ പോസ്റ്റ് അടിച്ച് നിൽക്കുമെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങളത് ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് എത്തി. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. അതിനുള്ളിലെത്തിയപ്പോൾ തന്നെ നല്ല പീസ് എന്തോ നല്ലൊരു ആശ്വാസമായിരുന്നു മനസ്സിന്. എത്ര ആളുണ്ടെങ്കിലും അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പം ഞങ്ങൾ കാല് കഴുകിയിട്ട് ക്ഷേത്രത്തിലേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട് കാല് കഴുകാൻ പോയി. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല വെയിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാലൊക്കെ കഴുകി ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വന്നിട്ടാണുള്ളത്. ഞങ്ങളിത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അതൊക്കെയാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നിന്നിട്ടാണ്. അവിടെയാണെങ്കിൽ നല്ല വെയിലായിരുന്നു. അപ്പം ഞാനും ഏച്ചിയും കൂടെ കുറച്ച് ഫോട്ടോസ് എടുത്തു. ഞാനും ഏട്ടനായിട്ടൊക്കെ കുറച്ച് ഫോട്ടോസ് എടുത്തു. അങ്ങനെ ഒത്തിരി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ മിവു അപ്പോഴേക്ക് നല്ല ഉറക്കമായിരുന്നു. അവൻ അവിടെ നിന്ന് ഉള്ളിലേക്ക് കയറി ഇറങ്ങുന്നപ്പോഴേക്ക് അവൻ ഉറങ്ങിയിരുന്നു. പിന്നെ പ്രസാദം കഴിക്കാമെന്ന് വിചാരിച്ച് നിന്നപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ അതിനുള്ളിലേക്കൊന്നും കയറാൻ നിന്നില്ല. ഞങ്ങൾ നേരെ തിരിച്ചു. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളപ്പോൾ ഇറങ്ങി. അപ്പോൾ ഞാൻ വരുമ്പോഴേ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പോകുമ്പോൾ കുറച്ച് കമ്മലൊക്കെ വാങ്ങിക്കാമെന്ന്. അപ്പം ഞങ്ങൾ നേരെ ആ ഷോപ്പിൽ കയറി. ഒത്തിരി കമ്മലുണ്ടായിരുന്നു. അതിൽ ഞാൻ 2-3 ഞാൻ സെലക്ട് ചെയ്ത് വച്ചു. എൻ്റെ ഏച്ചിയെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏച്ചിക്ക് ഇഷ്ടപ്പെട്ട ഏച്ചിയും വാങ്ങി, ഞാനും എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു കുട്ടി പർച്ചേസ് തന്നെ അവിടെ നടത്തി. എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. കണ്ണൻ്റെയൊക്കെ കുഞ്ഞ് വിഗ്രഹങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ കമ്മൽ രസമുണ്ടോ എന്ന് കാർത്തിനോട് ചോദിച്ചു. അവൻ ഓക്കെ പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ ആ കമ്മൽ തന്നെ എടുത്തു. നല്ല കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പൈസയും കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് കമ്മൽ കുറച്ചധികം കമ്മൽ അവിടെ നിന്ന് വാങ്ങി. അപ്പം മിവുനാണ് അവിടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. അതിനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവനതിനെ കയ്യിൽ നിന്ന് താഴെ വെച്ചില്ല. അവന് വേറെ എന്തൊക്കെയോ അവിടെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അവന് ഇഷ്ടപ്പെട്ട കുറേ ടോയ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവനും ഞങ്ങൾ ടോയ്സൊക്കെ വാങ്ങി. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഇവിടുന്ന് ആ റോഡ് വരെ ഫുൾ 2 സൈഡും നമുക്ക് എന്ത് വേണമെങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്ന അത്ര ഷോപ്പുകളുണ്ട്. അപ്പം ഞാനും കാർത്തിയും കൂടി അതൊക്കെ നോക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിക്കുക എന്നുള്ള ഓർഡറും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ നോക്കി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങാൻ നിന്നില്ല. അപ്പോഴേക്കും മിവു എണീറ്റിട്ടുണ്ടായിരുന്നു. വേഗം പോവാമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിലാണെങ്കിൽ മിവുവിൻ്റെ ഷൂസും മിവുവിൻ്റെ ബോട്ടിലും ഏട്ടൻ്റെ ഫോണും എല്ലാം എൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ ഏട്ടൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അവിടുന്ന് കുറേ കമ്മൽ വാങ്ങിച്ചു. പിന്നെ ഞാനൊരു കാര്യം വാങ്ങിച്ചതേ കുബേർ കുഞ്ചിയാണ്. അത് അവിടെ കണ്ടപ്പോൾ ഞാൻ പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുബേർ കുഞ്ചി ഞാൻ അതും വാങ്ങി. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ.
അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ.